All of you, very good morning. This call is now being recorded. All of you, very good morning. Good morning, ma'am. Oh, good morning. Good morning, ma'am. Good morning. Good morning. All of you, very good morning. Let us start our class. Let us start class. That's ഞാൻ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് ഫിഫ്തില് അല്ലെ നമ്മൾ പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ഏത് പ്രോനൗൺസില് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഉണ്ടെങ്കിൽ എസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇമോജീസിലെയോ മെസ്സേജിലൂടെ യു ക്യാൻ കൺവേ ടു മീ വാട്ട്സ് ആൻസർ. അപ്പൊ ആ കഴിഞ്ഞ ഇത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് സാധിക്കും. ഇത്രയും പഠിച്ചു കഴിഞ്ഞതല്ലേ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? അതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ആ ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാവരും റെഡി അല്ലേ ചെയ്യാനായിട്ട്? എല്ലാവരും റെഡിയാണ് അല്ലേ? പിന്നെ വരാനുള്ളവർക്ക് കൂടി കുറച്ച് ടൈം നമുക്ക് കൊടുക്കാം. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് കൂടി ടൈം കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് അവർക്ക് കൂടി കൊടുത്തിട്ട് ആരെങ്കിലും പെട്ടെന്ന് ജോയിൻ ചെയ്തോട്ടെ. എന്നിട്ട് അവർക്ക് കൂടി അപ്പോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർക്കും അറ്റംപ്റ്റ് ചെയ്യാമല്ലോ പെട്ടെന്ന്. ഇപ്പൊ എല്ലാവരും എന്തായിട്ട് ഒരു പേന പേപ്പറായിട്ട് തയ്യാറായിട്ട് ഇരിക്കുക. എല്ലാവരും ഓടിപ്പോയി ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് വരിക. അല്ലെങ്കിൽ നോട്ട്ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ആ നോട്ട്ബുക്കില് നിങ്ങൾ എഴുതിയാൽ മതി. ആൻസർ എഴുതുക. എന്നിട്ട് നിങ്ങൾ തന്നെ അത് വാല്യൂ ചെയ്യുക കേട്ടോ. മാർക്ക് നിങ്ങൾ തന്നെ ഇടുക. മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ തന്നെ അതിന്റെ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും കാണാൻ പറ്റണില്ലേ? കാണുന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും കാണുന്നുണ്ട് അല്ലെ? ഒരു ക്ലാസ് ടെസ്റ്റ് പോലെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് അറ്റംപ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 35 ആവുമ്പോഴേക്കും എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത്, ഫിഫ്ത്ത് അവിടം വരെ വേഗം ഒന്ന് വായിക്കുക എല്ലാവരും. എടുത്തതാണ് കേട്ടോ. എടുത്ത ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പ്രോനൗൺസില് എല്ലാ പ്രോനൗൺസും ഉണ്ട്. പേഴ്സൺ ഉണ്ട്, പൊസസീവ് ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, ഡെമോൺസ്ട്രേറ്റീവ് ഉണ്ട്. എല്ലാ പ്രോനൗൺസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ചെയ്തോളൂ. എല്ലാത്തിനും ഓരോ മാർക്ക് വെച്ചാണ് കേട്ടോ.
കാണുന്നില്ലേ എല്ലാവരും? ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും കാണാമല്ലോ? ആരും കാണാതിരിക്കുന്നില്ലല്ലോ? കാണാം മാം. കാണാം അല്ലെ? അപ്പൊ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5 കഴിയുമ്പോ എന്നോട് പറയാം, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. അഞ്ച് എഴുതി കഴിഞ്ഞെങ്കിൽ മെസ്സേജ് ഇടുക കേട്ടോ. മെസ്സേജ് ഇടുക. കഴിഞ്ഞിട്ടില്ല. കഴിയുമ്പോ കേട്ടോ. കഴിഞ്ഞു മാം. 5 എഴുതി കഴിഞ്ഞു. അതെ. ഇനി ആരുടെയൊക്കെ കഴിയാനുണ്ട്? ഒരാളുടെ കഴിഞ്ഞു. ഇനി അടുത്ത ആരെങ്കിലും? കഴിഞ്ഞു മാം. കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. 6th. 6ഉം 7ഉം നോക്കിക്കോളട്ടെ. അപ്പൊ 2, 3, 4 ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കഴിയാത്തവരുണ്ടെങ്കിൽ അതും അവിടെ നോക്കി എഴുതിക്കോട്ടെ.
കഴിഞ്ഞവര് കമ്പിടണം കേട്ടോ. സെവൻ ഉണ്ടല്ലോ മോനെ ഇവിടെ. 7 ഉണ്ടല്ലോ. ഇപ്പൊ പ്രസന്റ് ചെയ്തതിൽ 7th ക്വസ്റ്റ്യൻ കാണാം. കഴിഞ്ഞു മാം. കഴിഞ്ഞു. മഞ്ജു ജോസഫ്, അൻഹ, മീന. ഫസ്റ്റ് ഒന്നുകൂടെ കാണിക്കുമോ? കാണിക്കാട്ടോ. ഫസ്റ്റ് കാണിക്കാം കേട്ടോ. ഇവിടെ 7th അവിടെ തൊട്ട് എഴുതാനുള്ള കുട്ടികളുള്ളതുകൊണ്ട് അവിടെ കഴിഞ്ഞിട്ടില്ല. അവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഫസ്റ്റ് കാണിക്കാം. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടോന്ന് വിചാരിച്ചോട്ടെ ഞാൻ.
കഴിയാത്തവരുണ്ടോ? കഴിയാത്തവരുണ്ടെങ്കിൽ പറയണേ, കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. കഴിഞ്ഞോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ ഞാൻ ആൻസറിലേക്ക് പോട്ടെ. എല്ലാവരും കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആൻസർ ഇടട്ടെ. അപ്പൊ എല്ലാവരും അതനുസരിച്ച് എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു ദ ആൻസർ you should value your points and give 1 mark each questions. Okay, all of you ready? Okay. Answers set off. എല്ലാരും ചെക്ക് ചെയ്തോളൂ. 10ൽ 10 ആർക്കൊക്കെ കിട്ടി, എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ എല്ലാവരും ഞാൻ ഓരോരുത്തരും വിളിച്ച് ഞാൻ ചോദിച്ചേക്കാം. അപ്പൊ പറയുക. ഒന്നും കാണുന്നില്ലല്ലോ മാം. അയ്യോ, കാണുന്നില്ലേ മാം? 4ാമത്തെ ക്വസ്റ്റ്യനേ മൈ ഹൗസ് എന്നല്ലയോ? ആൻസർ വന്നേക്കുന്ന വേറെയാണല്ലോ. ദിസ് ഈസ് മൈ ഹൗസ് ആണോ? ദിസ് ഹൗസ് ഈസ് മൈൻ അങ്ങനെയല്ലേ മാം? അത് ടൈപ്പ് ചെയ്തില്ല. ഞാനതേ ഇത് ചെയ്തപ്പോ അത് കൺവേർട്ട് ചെയ്യാനല്ലേ പൊസസീവിലോട്ട് മാം? ആൻസർ വേറെയാണ്. അതെ, ആ ഡ്രസ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ എന്താക്കണം? ഹൗസ് എന്നാക്കണം കേട്ടോ. ഞാനത് ചെയ്തപ്പോള് ഞാനത് ചെയ്തോളാം. ഹൗസ് അല്ലേ അത്? യെസ് മാം, ഹൗസാ. മാം ഓക്കെ. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ഇന്ന് എല്ലാവരും വേഗം ചെക്ക് ചെയ്തോളൂ കേട്ടോ. ജോസഫ് 9, ഐശ്വര്യ 9, ഗോൾഡോ റെജി 8, മിയ മിനി 9, 8, ഐശ്വര്യ 8, ജയ ലഹറി 8, 9, ഹബ്സ 8, ശില്പ 9, സുനിത 8, പ്രതീഷ് 8, അഞ്ജലി 9, ജിൻസി 10, ആരതിക്ക് 10, ഏഞ്ചൽ, റീന, അക്ഷര, പ്രതീഷ് 7, സുകന്യ 7, പ്രിയ 6, സുബി, ആതിര, ദീപു, പ്രിയ ജോസ്, നിഷ ജോ, അച്യുതേസ്, ജ്യോതി, പ്രവീൺ പ്രസന്ന, ശ്രീലക്ഷ്മി എം. ശ്രീലക്ഷ്മിക്ക് എന്താ മാർക്ക് കുറഞ്ഞല്ല പോലെ? സന്ധ്യ ഷിബു 7, 8, ഷജ്മീൻ 8, ചന്ദന 9, 7, ഉമാദേവി 7, നസ്രിൻ 7, രാജീവ് 8, തസ്മിൻ 9,
എവിടെ ശ്രീലക്ഷ്മി? എവിടെ ശ്രീലക്ഷ്മിക്ക് എത്ര മാർക്കാന്ന് പറഞ്ഞേ? 5. 5 മാർക്ക്. വേറെ ആർക്ക് 3 കിട്ടിയതാരാ? അത് വേറെ ശ്രീലക്ഷ്മി അല്ലേ? ആർക്കാ എന്താ മാർക്ക് ഉമാദേവിക്ക് എന്താ 2 മാർക്കൊക്കെ 2 അല്ല 3 മാർക്ക് എവിടെ പോയി? എവിടേക്കാ പോയത് പറഞ്ഞു? അത് ഒരെണ്ണം എഴുതാൻ വിട്ടുപോയി. ഉം 4ാമത്തെ എഴുതിയില്ലായിരുന്നു. പിന്നെ 2 ശരി എഴുതിയിട്ട് പിന്നെ ഞാൻ തെറ്റി എഴുതി വെച്ചു. അതെ അല്ലേ? അങ്ങനെ. പിന്നെ മാറിപ്പോ ജുബൈറ. ഓക്കെ ഉമാദേവി. ജുബൈറിയ. ലിമി. Yes, ma'am. പറയൂ. എത്ര മാർക്ക്? എത്ര മാർക്കാണ്? 8 മാർക്ക് അല്ലേ? 2 ഏതിലാ? ഹൗസ് ഈസ് മൈൻ ആണോ പോയത്? പിന്നെ Anything. എനിത്തിങ് അല്ലേ? ഒന്നും ചെയ്യാനില്ല അല്ലെ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അങ്ങനെ ഒരു അർത്ഥത്തില്. ജിൻസി. ഏതാ തെറ്റിയത്? എന്റെ എല്ലാം ശരിയായിരുന്നല്ലോ. ജിൻസിയുടെ ശരിയായിരുന്നു അല്ലേ? ലിമി ജോൺസൺ. Yes, ma'am. ഏതാ മോനെ? അത് 4ാമത്തെ തെറ്റിപ്പോയത്. 4ാമത്തെ. 9 കിട്ടിയത് അല്ലെ? 10 കിട്ടിയത് 3 എത്ര പേരൊക്കെയാണ്? 3 2 അവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. 10 മാർക്ക് കിട്ടിയവര്. ഓക്കെ. എല്ലാവർക്കും അല്ലെ? 10 കിട്ടിയവർക്കും അല്ലാത്തവർക്ക് എല്ലാം അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു നിങ്ങളൊരു ഒരു മനസ്സ് കാണിച്ചല്ലോ അല്ലെ? അതിന് തന്നെ ഞാൻ ആദ്യം എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ പറയുന്നു. പെട്ടെന്നാണ് ഞാൻ ഇങ്ങനൊരു ഇതെടുത്താലോ ഒരു ടെസ്റ്റ് എടുത്താലോ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടത് അല്ലെ? അപ്പോ നമ്മൾ പഠിച്ചതില് അല്ലെ കുറച്ചു പേർക്ക് ആരെങ്ങനെ 5 താഴെ പോയ ആരെങ്കിലും ഉണ്ടോ? 5 മാർക്സ് താഴെ പോയ ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല. അഞ്ച് മാർക്കിൽ ആർക്കെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ടെസ്റ്റുകളോ കാര്യങ്ങളോ വന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം ഇതിൽ നല്ല മാർക്ക് നേടിയ കുട്ടികൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. യൂസസ് ഓഫ് വെർബ് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യൂസസ് ഓഫ് വെർബില് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതായത് നമ്മള് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിൽ അല്ലെ നമ്മൾ എങ്ങനെയാണ് നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വെർബിന്റെ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്ലാസ് റൂമിലാണോ? ക്ലാസ് റൂമിലായിരിക്കും. ഒന്ന് കേറി നോക്കൂ. ക്ലാസ് റൂമിലുണ്ട് ഉമാദേവി. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ഈ യൂസസ് ഓഫ് വെർബ് അല്ലെ, നമ്മൾ ഓരോ വെർബുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോ. അപ്പൊ നമുക്ക് ഈ യൂസസ് എങ്ങനെയാണ് ഓരോ വെർബുകളും ഓരോ സമയം ഇപ്പൊ നമ്മൾ പഠിച്ചു ബി എന്നത് അല്ലെ, ബി എന്നതിന്റെ പല ഫോംസുകളും
ഫോംസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഒരു പ്രൈമറി ഓക്സിലറി വെർബ് ആണ് ഇതെന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ഫോം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ബി എന്നത് അതിന്റെ മീനിങ് എന്താണ്? വാട്ട്സ് ദ മീനിങ് ഓഫ് ബി? ആയിരിക്കുക, ആകുക. ഇറ്റ് വിൽ ബി അല്ലെ. അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലെ എന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇറ്റ് വിൽ ബി അല്ലെ. അത് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പോ ഈ ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ബി ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു ഇറഗുലർ വെർബ് എന്ന് തന്നെ നമുക്ക് ആരെ വിളിക്കാം? ഇറഗുലർ വെർബാണ് നമ്മുടെ ബി ഫോം എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇറഗുലർ ആണ്. അതായത് റെഗുലർ ഫോം എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് പ്രസന്റ് ടെൻസും പ്രസന്റും പാസ്റ്റും അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും എടുക്കുമ്പോൾ എല്ലാം എന്തായിരിക്കുള്ളൂ? ഇപ്പോ വാക്ക് എന്നുള്ളൊരു പ്രസന്റ് അല്ലെ, ഒരു വേർഡ് എടുത്തു, അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് വാക്ഡ് ആണ് അല്ലെ. വാക്ക് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തായിരിക്കുള്ളൂ? വാക്ഡ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിലെന്തില്ല? അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമുക്ക് റെഗുലർ വെർബ് എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ നമ്മുടെ ബി ഫോം അല്ലെ, ബി ഫോം ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദിസ് സെന്റൻസ് അല്ലെ, ഫ്രം ദിസ് വേർഡ്സ് അല്ലെ. അപ്പൊ അതിന്റെ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ഓൾസോ ഓൾ ആർ ഡിഫറെന്റ് അല്ലെ. അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇറഗുലർ വെർബ് ഫോംസ്. അതുകൊണ്ടാണ് അതിനെ ഇറഗുലർ വെർബ് ഫോംസ് എന്നോ ഹെൽപ്പിംഗ് വെർബ്സ് എന്നോ അതിനെ വിളിക്കാൻ കാരണം. That's the present situation. It will become as is, are. And its past condition, it will be changed അല്ലെ. അത് ചേഞ്ച് ചെയ്യും. എന്തായിട്ട്? was and were അല്ലെ. അതെ, എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? It will change as was or verb അല്ലെ. was and verb അല്ലെ. wasum verb ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം is the past participle condition, its form will be changed അല്ലെ. അപ്പോഴും എന്ത് സംഭവിക്കുന്നു അവിടെ? The past participle form will be changed അല്ലെ. അത് ചേഞ്ച് ചെയ്യപ്പെടുന്നു. That changed as been. It is changed as, the form is past participle, form is been. മനസ്സിലായോ? Don't you understand? Don't you understand about the irregular verb? Why is the B form is called as irregular verb? Don't you understand? Don't you understand? If you have any doubt in this part of irregular or regular verb, ഒന്നുകൂടെ പറയാമോ മാം? പറയാം. അതായത് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രൈമറി ഓക്സിലറി വെർബ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. The B form is considered as the primary auxiliary verb അല്ലെ. This also called as irregular verb അല്ലെ. ഇതിനെ നമ്മ എന്താ വിളിക്കുന്നത്? ഇറഗുലർ വെർബ് എന്നാ വിളിക്കുന്നത്. കാരണം its cause is behind the cause was it has its present and past participle situations will be changed അല്ലെ. അത് എന്താ സംഭവിക്കുന്നത്? ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിലും പാസ്റ്റ് സിറ്റുവേഷനിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ സിറ്റുവേഷൻസിലൊക്കെ ഇതിന്റെ ഫോംസ് എന്ത് ചെയ്യുന്നു? Its forms are very different അല്ലെ. അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. So it is called as irregular. അതുകൊണ്ടാണ് അതിനെ ഇറഗുലർ വെർബ് എന്ന് വിളിക്കുന്നത്. അപ്പോ ബിയുടെ റെഗുലർ വെർബ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്താണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് റെഗുലർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അല്ലെ. ആൻഡ് ദ regular verb with the walk, its present condition is walk അല്ലെ. And its a past condition, it is denoted as walked. അത് walked ആണ്. And its present past participle will be walked അല്ലെ. walk അല്ലെ. പക്ഷെ ഇറഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വ്യത്യാസമായിരിക്കുള്ളൂ. കുറച്ചുകൂടി എന്താണ് അതിന്റെ പാസ്റ്റുമായിട്ട് പ്രസന്റിന് യാതൊരുവിധ പാസ്റ്റ് പാർട്ടിസിപ്പിളോ പാസ്റ്റുമായിട്ടോ അതിന് യാതൊരുവിധ ബന്ധം ഉണ്ടായിരിക്കില്ല.
അതായത് എന്തായിരിക്കുള്ളൂ, ബിയുടെ പ്രസന്റ് ഫോംസ് ആണ് എന്തൊക്കെ? ഈസ്, ആറ്, ആം. This is the present form and its past form is was and were, and the past continuous form is past participle form is the form is been. Did you notice that change? Did you notice that change? Why the be became as a irregular verb? Did you notice? Yes or no? Yes. Give me answer. Yes, ma'am. All of you noticed about that. Why is the be? Why be become as an irregular verb? Irregular verb. By the endana ആയി തീർന്ന എന്താണെന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായോ? Don't you understand what? Understand about the irregular verb? Yes. Okay. അതാണ് നിൽക്കട്ടെ. ബി എന്തുകൊണ്ട് ഇറഗുലർ ആയി എന്നൊക്കെ ഞാൻ ഇത് പറഞ്ഞു തന്നു. ബിയുടെ ഫോംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ബി വെച്ചിട്ട് നമുക്ക് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിന് മുമ്പ് നമുക്ക് ടെൻസസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വേർഡ്സ് ഇങ്ങനെ പഠിച്ചു പോകാം. ഇപ്പോ പോകുന്നു, പോകുന്നു, പോകുന്നില്ല. ഞാൻ പോകുന്നില്ല എന്ന് പറയാം. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുന്നു. പോയി. ഇത്രയും വാക്കുകൾ നമ്മൾ എങ്ങനെ എഴുതും? പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഞാൻ പോകുന്നു. That's happening in the present situation, അല്ലെ? അത് പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണ്? ജസ്റ്റ് എ മൊമെന്റ്, അല്ലെ? That's happening in a just a moment, അല്ലെ? ഈ ഒരു നിമിഷം തന്നെ അത് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Then we can use it as its verb, അല്ലെ? നമുക്ക് അതിന് വെർബ് ഉപയോഗിക്കാം, അല്ലെ? പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പോകുന്നു എന്ന് എങ്ങനെ നമുക്ക് അഞ്ജലി മോഹൻ പറയാം? ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. ഞാൻ സ്കൂളിൽ പോകുന്നു എങ്ങനെ പറയാൻ പറ്റും അഞ്ജലി? അല്ലെ? ഐ ആം ഗോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ പോകുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് എന്ത് പറയാം? ഐ ആം ഗോയിങ് എന്ന് പറയാം. ഇപ്പൊ സംഭവിക്കുന്നു, അല്ലെ? ഞാൻ പോകുന്നു, ഇപ്പൊ സംഭവിക്കുന്നു. നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ സ്കൂളിൽ പോകുന്നു. യെസ് യെസ്, ഗോട്ട് ടു കറക്റ്റ് കേട്ടോ. ഐ ഗോട്ട് ടു സ്കൂൾ. എന്താണ് അഞ്ജലി? I go to school. ഗോ, അല്ലേ? പോകുന്നു. പോകുന്നില്ല എന്നെങ്ങനെ പറയും നമ്മള്? ഞാൻ ഇന്ന് പോകുന്നില്ല. I'm not going to school. Go to school. I not go to school. നോട്ട് അല്ല മോനെ വന്നത്, അവിടെ ഇല്ല, അരുത് എന്നൊക്കെ പറയൂലേ? അപ്പൊ എന്ത് വരും? പോകുന്നില്ല എന്ന് പറയുമ്പോഴ് ഡു നോട്ട് ഗോ, അല്ലേ? ഡു നോട്ട് ഗോ. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ, അല്ലേ? ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ഓക്കെ അഞ്ജലി മോഹൻ. ഓക്കെ, ഇനി പ്രിയ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴെന്താണ്? അപ്പോഴാണ് നമ്മൾ നേരത്തെ അഞ്ജലി പറഞ്ഞ ആ വേർഡ്, ആ സെന്റൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം, അല്ലെ? അതന്നെ, ഐ ആം ഗോയിങ്, അല്ലെ? ഐ ആം അല്ലെങ്കിൽ അല്ലെ? എന്താ പറയാ, ആം ആണോ ഈസ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഏത് സബ്ജക്ട് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഗോയിങ്, അല്ലെ? ഞാൻ പോകുകയാണ്, ഗോയിങ്, അല്ലെ? ഞാൻ വരുമ്പോൾ ആം ചേർക്കുക, ഹി വരുമ്പോൾ ഹി ഓർ ഷീ വരുമ്പോൾ ഈസ് ചേർക്കുക, പ്ലൂരൽ വരുമ്പോൾ ആർ ചേർക്കുക. ഓക്കെ, ഇനി ഞാൻ പോയി എങ്ങനെ പറയും? ഞാൻ പോയി എന്ന് I went, അല്ലെ? നമുക്ക് ഇനി ഓരോ സെന്റൻസുകൾ ഇത്രയും വേർഡ് വെച്ചിട്ട് വേറെ സെന്റൻസ് നമുക്ക് മേക്ക് ചെയ്യാലോ, അല്ലെ? ഇനി ആരെങ്കിലും പ്രിയ ജോസ്, can you ready to open your video? Yes. Okay.
Nisha, Ajo, you two open your video. Ma'am, sorry, ma'am. Sorry. Okay. Ashwini, can you? No, ma'am. No. ധൈര്യമുള്ള ആരാണ് ഇവിടെ ഉള്ളത്? പ്രിയ ജോസിനോട് പെയർ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത് ആരാ ഉള്ളത് എന്നാ ഞാൻ ചോദിച്ചത്. പ്രിയ ജോസുമായി കമ്പനിക്കാരാ ഉള്ളത്? ശരിയാവോന്ന് അറിയില്ല മാം, ഞാൻ റെഡിയാണ്. ഓക്കെ അഞ്ജലി സ്റ്റാർട്ട്. അപ്പോ കൺഗ്രാജുലേഷൻ അഞ്ജലി, ഈ ഒരു റിപ്പോർട്ട് എടുത്തതില്ല. യെസ്, പ്രിയ ജോസ് ഏതെങ്കിലും ഒരു മലയാളം വെച്ചിട്ട് ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നുള്ളത് നമ്മള് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി പ്രിയ ജോസിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് അഞ്ജലിയോട് ചോദിക്കൂ. ഏതെങ്കിലും ഒരു ഉദാഹരണം മലയാളത്തില് ചോദിക്കാം. അപ്പൊ അഞ്ജലി അത് ട്രൈ ചെയ്യട്ടെ, ഇംഗ്ലീഷിൽ പറയാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ സിനിമയ്ക്ക് പോകുന്നു. ഞാൻ സിനിമയ്ക്ക് പോകുന്നു. അഞ്ജലി ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഐ ഗോ ടു ഫിലിം. ഐ ഗോ ടു സിനിമ ഓർ ഫിലിം അല്ലെ. വെരി കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഇനി ഇനി അതിന്ന് അഞ്ജലിക്ക് വേണമെങ്കിൽ ഒരെണ്ണം പ്രിയോട് ചോദിക്കാം. ഈ നമ്മൾ പോയി എന്ന് വരെ നമ്മൾ പഠിച്ചില്ലേ, അതിൽ ഏതെങ്കിലും ഒരു ടെൻസ് വെച്ചിട്ട് ചോദിക്കാം. ഞാൻ ഫിലിമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ അഞ്ജലി, ഒന്ന് പ്രിയ ഒന്ന് ശ്രമിച്ചു നോക്കൂ. I am going to film. I am going to film. Okay, very good. രണ്ടുപേരും കലക്കി. ഇനി നമ്മളൊക്കെ ആലോചിച്ച് നിൽക്കാതെ വേഗം പറയാനായിട്ട് ഇത് തയ്യാറാകണം കേട്ടോ. ഇനി ഞങ്ങൾ പറയണോ? ഇനി വേണമെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അത് നമ്മൾ പഠിച്ചു. സ്കൂളിൽ പോകുന്നില്ല പ്രിയ പറഞ്ഞു. പോകുന്നില്ല ഓൾറെഡി പറഞ്ഞതാ നമ്മള്. ഓൾറെഡി പറഞ്ഞ എക്സാമ്പിൾ ആണ്. ഇത് വേറെ എക്സാമ്പിൾ ആണ്. ഷോപ്പിങ്ങിന് പോകുന്നില്ല. ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നില്ല. ഷോപ്പിങ്ങിന് പോകുന്നില്ല എങ്ങനെ പറയൂ പ്രിയ? I do not go to shopping. I do not go to shopping. Okay, very good. അപ്പൊ രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ്. വീഡിയോ ഓപ്പൺ ചെയ്തതിനും അതേപോലെ തന്നെ ഈ ഒരു അറ്റംപ്റ്റ് ഏറ്റെടുത്തതിനും എല്ലാവരും രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ്. ഇനിയും ആരൊക്കെ റെഡിയാണ്? നിങ്ങളപ്പോ വീഡിയോ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി ആരൊക്കെ റെഡിയാണ് ചോദിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും? ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ആരൊക്കെ വരും? നമ്മൾക്ക് പഠിക്കാനാണ് കേട്ടോ ഈ ചോദിക്കുന്നത്. നിങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യിക്കണത്. ഓരോരുത്തരും പറഞ്ഞിരിക്കരുത് കേട്ടോ. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയല്ലേ അതിന്റെ ഇത് പറയണത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് പറ്റും ടീച്ചറെ. അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യണ്ട, ഓഡിയോ. നിങ്ങളെ കാണാനുള്ള ഒരു മുഖം കൊണ്ടാണ്, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കാണാനുള്ള മുഖം കൊണ്ടാണ് ടീച്ചർ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഓഡിയോ മാത്രം ചെയ്യാം ടീച്ചറെ എന്ന് പറഞ്ഞ് 2 പേര് വരുന്നുണ്ടെങ്കിൽ വരാം. ഓക്കെ, വെരി കൺഗ്രാജുലേഷൻസ്. Thank you. ആരാണ്? ഇനി ഒരാളും കൂടി വേണേ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കുന്നതൊന്ന് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. തുടങ്ങിക്കോളൂ. ആരാണത്? തൻഹ റെഡിയാണ്. വേറെ ചോദിച്ചോളൂ, തൻഹയോട് ചോദിച്ചോളൂ. തൻഹ മറുപടിയൊക്കെ തരും. ഞാൻ കല്യാണത്തിന് പോകുന്നു. ഞാൻ കല്യാണത്തിന് പോകുന്നു.
ഞാൻ കല്യാണത്തിന് പോകുന്നു. തൻഹ എങ്ങനെ പറയാ? തൻഹ ഓഡിയോ. Sorry, miss. I go to marriage. I go to Marriage. marriage. I go to marriage. Okay. ഈ പോകുന്നു എന്നൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? ഈ പോകുന്നു എന്നുള്ളത് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വെർബ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കോ? അല്ലെ, എത്ര വെർബുകളുണ്ട്? തിന്നുക അല്ലെ, ഓടുക, ചാടുക അല്ലെ, പറയുക അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാടില്ലേ? അതന്നെ വരുന്നു. ഈ പോകലും മാത്രമല്ല, വരലും കൂടി വേണ്ടേ? അപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. വേറെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. I am. ഞാൻ പോകുകയാണ് എന്നല്ലേ പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോ നമുക്ക് അയാം ഉപയോഗിക്കാം അല്ലെ? ഞാൻ ഇവിടെ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? I go. അതന്നെ I go to eat. Eat food. I go to Eat food. നമ്മള് ഹാവെന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. I go to have breakfast അല്ലെ, ഫുഡെന്നോ ലഞ്ചെന്നോ എന്നൊക്കെ നമ്മൾക്ക് പറയാം കേട്ടോ. അതിനാണ് ഞാൻ വെറുതെ ഹാവ് എന്നൊക്കെ പഠിപ്പിച്ച് വിട്ടത്. പിന്നെ വേറെ എന്തെങ്കിലും? ഇനി നിങ്ങൾ രണ്ടുപേരും ഓക്കെ, നിങ്ങൾ രണ്ടുപേരുടെ കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും കേട്ടോ. ഇനി ചോദിക്കണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഇനി ആരാ റെഡി ആയിട്ടുള്ളത്? ഇനി കുറച്ച് മുന്നേ എന്ത് ചെയ്യാം, ഞങ്ങൾ വേറെ വെർബ് വെച്ച് പറയാം എന്ന് തോന്നിക്കണ ആരെങ്കിലും ഉണ്ടോ? പറ്റോ നോക്കാം. പറ്റും. പറഞ്ഞോളൂ. ഇനി ലിമി ജോൺസൺ, ആർ യു റെഡി? ലിമി ജോൺസൺ വിളി കേൾക്കുന്നില്ല. ഹസീബ എവിടെ? ഹസീബ കം ഫോർവേഡ്. എവിടെ എന്റെ കുട്ടികളെ? ഒരാളിങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരൂ. ഞാൻ ട്രൈ ചെയ്യാം മാം. ഉമാദേവി. ഓക്കെ ഉമാദേവി, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ കേട്ടിരുന്നോളാം. ഞാൻ കടയിൽ പോകുന്നു. I am going to shop. പോകുന്നു എന്നാട്ടാ പ്രിയ. I go to shop. I go to shop. വെരി കറക്റ്റ്. നീ പോകുന്നു ഒന്ന് മാറ്റി പിടിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പോകുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ പോകുക എന്നുള്ളതിന്റെ ഇത് മാറ്റുക. ഞാനെന്താ പറയണ്ട? ഞാൻ ഓടാൻ പോയിരുന്നു. അത് പറ്റോ? പോകുക എന്നുള്ളത് വേറൊരു വെർബ് ചേർക്കാൻ മാറ്റാനല്ലേ? അത് മാറ്റാം. ഞാൻ സിനിമ ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. I play. എന്നാണോ? ഞാൻ കളിക്കുന്നു എന്ന് പറയണെങ്കിൽ I play കറക്റ്റ് ആണ് ഉമാദേവി. കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ? ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. I am playing. അതന്നെ, I am playing. വെരി ഗുഡ്. ഞാൻ കേട്ടതിലുള്ള മിസ്റ്റേക്കാ. ക്ലിയർ ആയില്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടേ. ഓക്കെ. ഇനി ഞാൻ കളിച്ചു എന്നാണെങ്കിലോ എന്തായിരിക്കും പ്രിയ? ഞാൻ കളിച്ചു. I am
I am play. ഇല്ല ഞാൻ കളിച്ചു, അത് കഴിഞ്ഞു. ഞാൻ പോയി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിന്റെ പാസ്റ്റ് ഒരു കറക്റ്റ് ആണ്. കളിച്ചു എന്നാണോ? കളിച്ചു. I played. I played. Okay. Okay. Very correct. Okay. അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ പോയാൽ കുഴപ്പമില്ലല്ലോ. രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. കുറച്ചും കൂടി അപ്പൊ സ്പീഡാന്ന് വെച്ചാല് ഇനി നമ്മള് പഠിക്കുന്ന എന്താണ്, അവനവനെ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന വിധത്തിലാകണം. അവനവനോട് തന്നെ അല്ലെ ഒരു ഇന്റർവ്യൂസിൽ ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. അമ്മായി അല്ലെ, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം. അവര് ഒരിക്കലും മറ്റൊരു ഭാഷ ഉപയോഗിക്കില്ല. മലയാളത്തിൽ അവര് നിങ്ങളോട് സംസാരിക്കാൻ റെഡി ആകില്ല. ഓൺലി ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങൾ പറയേണ്ടി വരും. ഇംഗ്ലീഷില് പ്രൊഫഷൻസി നേടുന്നത് ആരാണോ അവരായിരിക്കും അവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് അവർക്ക് ഒന്നാണ് ഒരുപാട് ഡോക്യുമെന്റ്സും ഫയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആളുകളാണ് അല്ലെ. അതുകൊണ്ട് എല്ലാം മലയാളത്തിലായിരിക്കും ഫയൽസ് ഒക്കെ ഉണ്ടാവുക, ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാം മലയാളത്തിലാണോ വരിക? അല്ല അല്ലെ, എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾ തന്നെ അതിന്റെ ഫയലും അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സമർപ്പിക്കേണ്ട ആൾക്കാരാണ് അല്ലെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം മറ്റുള്ളവർ അല്ലെ. പിന്നെ അവരോട് എന്ത് ചെയ്യാം, ചോദിക്കുന്നതിനൊക്കെ നിങ്ങൾ ആൻസർ പറയാനായിട്ട് തയ്യാറാകുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് ഇതിൽ അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആരും ഇതിന്റെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാല് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കില്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ അറിയാം അല്ലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചെടുക്കുക, ഇങ്ങനെയല്ലേ ഞാൻ പോകുന്നു, അപ്പൊ എനിക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് ഇന്ന സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ ഓർമ്മയിൽ ഉണ്ടാവില്ലേ എങ്ങനെയാണെന്നുള്ളത്? ഇപ്പൊ ഒരു കൺഫ്യൂഷനുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താണ്, ഒരുപാട് സമയം നമ്മൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അത് ഓക്കെ ആവും. ഈ പറഞ്ഞ ഞാനൊക്കെ ഒരിക്കലും ഫ്ലുവൻസി ആവണല്ലോ. ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളുകൾ തന്നെയാണ് അല്ലെ. ഇംഗ്ലീഷ് മീഡിയമോ അതിലൊന്നും പഠിച്ചതല്ല, ഒരു സാധാ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ ഒരു പോയിന്റിൽ എത്തിക്കുന്നത് എന്നുള്ള ഒരു ഇത് നമ്മളിൽ എന്നും വിശ്വാസം ഉണ്ടായിരിക്കും. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം, എനിക്ക് വേണം, അതിലൂടെയാണ് നമുക്ക് നേടാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്, ഞാൻ പോയി എന്നത് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി ഞാൻ പോയിട്ടുണ്ട് അല്ലെ, പോയിട്ടുണ്ട്. ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ ശ്രുതി. ഉണ്ട് എന്നുള്ളതിന് ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹലോ, ശ്രുതി പറയട്ടെ പ്രിയ. ശ്രുതി ഉണ്ട്, പറഞ്ഞോളൂ മോളെ. ശ്രുതി എന്താണ് ഉണ്ട്? ഹാവ് ഓർ ഹാസ് അല്ലെ. ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് നമ്മൾ ഉണ്ട് എന്നുള്ളതിന് പഠിച്ചിരിക്കുന്നത്. ഹാവ് എന്നത് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് ചേർക്കാം അല്ലെ. യു, ദേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹാവ് ചേർക്കാം. പിന്നെ ഐയുടെ കൂടെ ഒക്കെ ഹാവ് നമുക്ക് ചേർക്കാം. ഹാസ് എന്നാണ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഹാസ് ചേർക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാവ് അല്ലെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. പോവുക എന്നുള്ളത് എന്താണ്, Go. ഗോ അല്ലെ. ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നു അല്ലെ. അതായത് Gone. വെന്റ്, ഗോൺ. എന്താണ് ഗോൺ. അപ്പൊ എന്ത് ചേർക്കണം, ഞാൻ V3 ഫോം ആയിട്ടുള്ള ഗോൺ ചേർക്കണം. ഐ ഹാവ് ഗോൺ അല്ലെ. അപ്പൊ ഹാവ് ഗോൺ എന്ന് പറയുന്നത് എന്താണ്, പോയിട്ടുണ്ട്. മനസ്സിലായോ? ഹാവ് ഗോൺ എന്താണ് ശ്രുതി? എന്തെന്നാ ഹാവ് ഗോൺ പറഞ്ഞത്? പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് അല്ലെ. ഇനി ഞാൻ പോയിട്ടില്ല എന്നെങ്ങനെ പറയും? പോയിട്ടില്ല. നമ്മൾ നേരത്തെ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴ് രാജി നമ്മൾ എന്താ ഉപയോഗിച്ചത്? പോകുന്നില്ല. ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ.
Do not ആണോ? ആ ഡു നോട്ട് അല്ലേ രാജി? യെസ് മാം. ആ എന്താണ് മോനെ രാജി? ഡു നോട്ട്. ഡു നോട്ട് ആണ് അല്ലെ നമ്മൾ ചേർത്തത് അല്ലെ. അപ്പൊ പോയിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ പാസ്റ്റ് ചേർക്കാൻ പറ്റൂലേ? ഡൂയുടെ പാസ്റ്റ് ടെൻസ് എന്താ? ഡു ഡസിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ് എന്താ? Did. ആ ഡിഡ് അല്ലെ. ഡിഡ് പ്ലസ് നോട്ട്. അപ്പൊ പോയിട്ടില്ല എന്നാണ് അല്ലെ. ഡിഡ് നോട്ട് ഗോ അല്ലെ. ഞാൻ പോയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗോ അല്ലെ. ഞാൻ ഇന്ന് റേഷൻ കടയിൽ പോയിട്ടില്ല എന്ന് എങ്ങനെ പറയും? എങ്ങനെ പറയും സന്ധ്യ? ഞാൻ ഇന്ന് റേഷൻ കടയിൽ പോയിട്ടില്ല എങ്ങനെ പറയും? ഞാൻ പോയില്ല എന്നൊക്കെ പറയൂലേ? ഞാൻ ഇന്ന് റേഷൻ കടയിൽ പോയില്ല എന്ന് എങ്ങനെ പറയും സന്ധ്യ? I did not have. ഹാവ് വേണ്ട മോനെ. അത് എന്താണ് ഉണ്ട് അല്ലെ. ആ ഒരു ഇത് വരും. പോയിട്ടുണ്ട് എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഹാവ് ചേർക്കുന്നത്. ഇവിടെ എന്ത് വേണ്ട സന്ധ്യ? ചേർത്തു. ഐ ഡിഡ് നോട്ട് ഗോ റേഷൻ ഷോപ്പ് അല്ലെ. ഈ ഡിഡ് നോട്ട് ഗോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കാം അല്ലെ. അതെന്താവും? അപ്പൊ ഡിഡ് നോട്ട് നമുക്ക് ചേർക്കണ്ട. എന്ത് പറയാം സന്ധ്യ? അപ്പൊ നമുക്ക് ഒന്നും കൂടി പറഞ്ഞാൽ വേർഡ് I didn't go റേഷൻ ഷോപ്പ്. I didn't go to അല്ലെ. റേഷൻ ഷോപ്പിലേക്ക് പോയിട്ടില്ലെന്നല്ല. I didn't go to റേഷൻ ഷോപ്പ് കേട്ടോ. ഓക്കെ സന്ധ്യ. താങ്ക് യു. ഇനി ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടുണ്ട് എന്നാലാ പ്രവൃത്തി തുടരുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഇപ്പൊ നടന്നാണ് അല്ലേ. അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടല്ലേ. പോയിട്ടുണ്ടായിരുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും? I am going to school. I am going to school അല്ലെ. ഇനി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ആയിരുന്നു അല്ലെ. ആയിരുന്നു എന്നുള്ളത് എന്താണ്? ആയിരുന്നു എന്നുള്ളതിന്റെ അതെന്താണ്? ശരിയാണ്, കറക്റ്റ് ആണ്. ആയിരുന്നു ഈസ് ആകുന്നു അല്ലെ. വാസ് എന്താണ്? വാസ് എന്താണ്? ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചേർക്കണം? വാസ് ഗോയിങ് എന്നതാണ്. വാസ് ഗോയിങ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ഗോയിങ്. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പോഴാണ് ഞാൻ എന്ത് കണ്ടത്? എന്ത് കണ്ടു? എന്തെങ്കിലും കണ്ടു അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ചേർക്കേണ്ടി വരും. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് കണ്ടത്? അയാളെ കണ്ടത് അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞൂടെ? ഫ്ലവർ, ഞാൻ അയാളെ കണ്ടത് അല്ലെ. അങ്ങനെയൊക്കെ പറയാൻ പറ്റൂലേ? എന്താണ് ആരും മിണ്ടാത്തെ? പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും വേർഡ് വെച്ചിട്ട് അല്ലെ നമ്മൾ പോയിട്ടില്ല എന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇനി സെന്റൻസുകൾ മേക്ക് ചെയ്യാം അല്ലെ. ഞാൻ ഇന്നലെ എവിടെ പോയി? ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി. എങ്ങനെയാണ്? ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി എന്നെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? എന്ത് തൻഹേ ഞാൻ ഇന്നലെ സിനിമക്ക് പോയി എങ്ങനെ പറയും? I went to cinema yesterday. ഓക്കെ, വെരി ഗുഡ് അല്ലെ. ഇനി പറയാണ് നീ പോയോ എന്ന് ചോദിച്ചു അല്ലെ. നീ പോയോ എന്നെങ്ങനെ ചോദിക്കും നമ്മള്? നീ പോയോ എന്നെങ്ങനെ ചോദിക്കാം? നീ ചായ കുടിച്ചോ എന്നെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത്? ഡിഡ് യു അല്ലെ. അതേപോലെ തന്നെ നീ പോയോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഗോ അല്ലെ. നീ പോയോ? ഡി ഗോ അല്ലെ. അപ്പൊ ആരതി എന്ത് ആൻസർ പറഞ്ഞു? ആരതി ഞാൻ പോയിട്ടില്ല എന്ന് ആൻസർ എങ്ങനെ ആരതി പറയും?
ഡിഡ് യു ഗോ എന്നല്ലേ? ഡിഡ് യു ഗോ ടു സിനിമ എന്ന് ഒരാള് ചോദിച്ചു ആരതിയോട്. ഡിഡ് യു ഗോ ടു സിനിമ, നീ സിനിമയ്ക്ക് പോയോ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ ആരതി പറഞ്ഞു ഇല്ല, ഞാൻ സിനിമക്ക് പോയില്ല എന്ന് ഇങ്ങനെ ആൻസർ പറയും ആരതി? ഐ ഡിഡ് യു. ഐ ഡിഡ് യു ആണ്, ഡിഡിന്റെ അല്ലേ. ഐ ഡിഡ്. നോ ആണ് ഉത്തരം. നോ ആൻസർ വന്നു അല്ലെ. നോ ആൻസർ വന്നപ്പോ നോ ഐ ഡിഡിന്റ് എവിടെ? ഐ ഗോ ടു സിനിമ. ഐ ഡിഡിന്റ് ഗോ ടു സിനിമ അല്ലേ. അപ്പോ ആൻസർ ആരതിയുടെ ആൻസർ ഇപ്പോ പറയുന്നത് നീ സിനിമക്ക് പോയോ എന്ന് അയാൾ ചോദിച്ചു. ഡിഡ് യു ഗോ ടു സിനിമ എന്ന് പറയുമ്പോ ആരതി പറയും യെസ്. യെസ് എന്നാണ് ഉത്തരമെങ്കിൽ ആരതി എന്ത് പറയും? യെസ്. ആരതി അവിടെ എന്ത് വേണ്ട? നോ വേണ്ട. നമ്മൾ ഐ ഡിഡ് നോട്ട് അല്ലേ. അപ്പൊ എന്ത് വേണ്ട ആരതി? എസ് ആണെങ്കിൽ നോ വേണ്ട അവിടെ അല്ലെ. ഐ ഡിഡ് ഗോ ടു സിനിമ, ഞാൻ പോയി, സിനിമക്ക് പോയി അല്ലേ. ഐ ഡിഡ് ഗോ ടു സിനിമ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറയണോ? മാം, ഡിഡ് ഗോ എന്ന് പറയുന്നത് വെന്റ് തന്നെയാണോ? വെന്റ്. ഡിഡ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു വെന്റ് കേട്ടോ. ഡിഡ് എന്നാണ് ഐ വെന്റ് എന്ന് പറയാം. ഐ വെന്റ് ഗോ ടു അല്ലെ. ഐ വെന്റ് ടു സിനിമ അല്ലെ. ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി അല്ലെ. ഐ ഡിഡ് ഗോ ടു സിനിമ എന്ന് പറഞ്ഞാലും നോ പ്രോബ്ലം. ഇനി അവൻ ഇന്നലെ സ്കൂളിൽ വന്നില്ല എന്നെങ്ങനെ പറയും? അവൻ ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ല എന്നെങ്ങനെ പറയാ ഐശ്വര്യ? യെസ് മാം. പറഞ്ഞോളൂ ഐശ്വര്യ. He didn't come to school. She didn't come അല്ലേ. She didn't come school അല്ലേ. കറക്റ്റ് ആണ്. അപ്പൊ അവൻ ഇന്നലെ സ്കൂളിൽ വന്നില്ല. ഇനി അവൻ ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലോ. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പോ ഞാൻ ഇന്നലെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയും? ഞാൻ ഇന്നലെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് എന്താണ് അവള് വിളിച്ചത്. അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും അല്ലെ. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അവള് വിളിച്ചത് എങ്ങനെ പറയും? I was watching TV. അങ്ങനെയാണോ? വാച്ചിങ് TV. When she called. called അല്ലെ. അപ്പോൾ അവള് എന്നെ വിളിച്ചു അല്ലെ. Then she called me അല്ലെ. അവൾ എന്നെ വിളിച്ചു. Then she called me. ഇനി ഒരു സെന്റൻസ് കൂടി സന്ധ്യ ഷിബു, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ പറ്റോ സന്ധ്യക്ക്? സന്ധ്യ മനസ്സിലോ ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ സന്ധ്യ. ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയാം? I do my. ആയിരുന്നു എന്നുള്ളത് ചേർക്കണ്ടേ? അപ്പൊ എന്ത് വരും? ആയിരുന്നു. അപ്പൊ എന്താ സന്ധ്യ? ആയിരുന്നു എന്നുള്ളതിന് എന്താണ്? വാസ് ചേർക്കണം കേട്ടോ സന്ധ്യ. I was doing my homework. I was doing my homework അല്ലെ. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു. എങ്ങനെ പറയും? അപ്പോൾ അമ്മ എന്നെ വിളിച്ചു എന്നെങ്ങനെ എഴുതും നിങ്ങള്? Now എന്ന് വെച്ചാൽ ഇപ്പോഴാണ് അല്ലെ. അപ്പൊ നൗ എന്താണ്? then അല്ലെ. then ആര് വിളിച്ചു? call my mother. then call my
അല്ലെ? എന്റെ അമ്മ വിളിച്ചു. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ വേർഡ്സുകൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി കൂടുതൽ എക്സാമ്പിളോടുകൂടി നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി പറഞ്ഞ് ആ ഒരു ടെൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിക്കോളും. അപ്പൊ ഇങ്ങനെ പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ? ഈ ടെൻസ് ഇങ്ങനെ ബേസ് ചെയ്ത് പഠിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഒന്ന് മനസ്സിലായി വരുന്നത്. കോളിംഗ് മൈ മദർ എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ വിളിക്കുകയായിരുന്നു എന്ന് വെച്ചാണ് അല്ലെ? വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൾഡ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിലും റെഡി അല്ലേ? ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട്? ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. എല്ലാവരും ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതൊക്കെ ഒന്ന് നോക്കുക. പോയി, വന്നു, ചിരിച്ചു, കളിച്ചു, അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് 5 മലയാളം ഇത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ഒന്ന് എഴുതി വെക്കുക, പല വെർബുകൾ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളതുണ്ട്. അപ്പൊ ഒരാളോട് നമുക്ക് ചോദിക്കാം, അയാൾ അതിന് ആൻസർ എങ്ങനെ പറയും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി കഴിഞ്ഞാല് ഓരോരുത്തരും വിളിച്ച് നമുക്ക് ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു പ്രൊഫഷൻസി എന്തായാലും അതിൽ കിട്ടും. ഓക്കെ, അപ്പൊ മാം ഫസ്റ്റ് ഇട്ട ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്നും കൂടി ക്ലാസ് റൂമിൽ ഇട്ട് തരുമോ? ക്ലാസ് കയറാൻ ലേറ്റ് ആയി പോയി. ഏതാ എക്സാം എടുത്ത ക്വസ്റ്റ്യൻസോ? അതെ മിസ്. അത് ഞാൻ എന്തായാലും ഇട്ടേക്കാം കേട്ടോ. എന്റെ ആൻസർ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, നോക്കാലോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ മീറ്റ് അഗെയിൻ. അപ്പോ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല എന്തായിട്ടിരിക്കണം എല്ലാവരും. റെഡി ടു എന്തിന്? പാർട്ടിസിപ്പേറ്റ് ഓർ to speak in English. കേട്ടോ? ഓക്കെ, അടുത്ത ക്ലാസ്സില്ലേ നിങ്ങൾക്ക്? അപ്പൊ അടുത്ത ക്ലാസ് ആരും ലീവ് ചെയ്ത് പോകരുത്. അടുത്ത ക്ലാസ്സില് ടീച്ചർ വരും കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. ആർക്കൊരു സംശയമൊന്നുമില്ലല്ലോ? സംശയമൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം കേട്ടോ.